പ്രവാചകൻ യൂസഫ് നബി അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്മാരിൽ പ്രധാനിയും അതിമനോഹരമായ ജീവിതകഥയ്ക്കു ഉടമയുമാണ്. പരിശുദ്ധ ഖുർആനിൽ അഹ്സനുൽ ഖസ്വസ്, ഏറ്റവും മനോഹരമായ ചരിത്രം എന്നാണ് യൂസഫ് നബിയുടെ കഥയെ വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതം, ശാരീരിക പ്രത്യേകതകൾ, ജോലി, മഖ്ബറ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു. 1. ജീവിതചരിത്രം ചുരുക്കത്തിൽ. ജനനവും കുടുംബവും. യാക്കൂബ് നബി യുടെ 12 മക്കളിൽ ഒരാളായിരുന്നു യൂസഫ് നബി കൊച്ചുമകന്റെ മകനായതിനാൽ ഇബ്രാഹിം നബി കൂടുതൽ, ഇസ്ഹാക്ക് നബി കൂടുതൽ, യാക്കൂബ് നബി കൂടുതൽ, യൂസഫ് നബി മാന്യനായ പ്രവാചകന്റെ മാന്യനായ മകൻ എന്ന് തിരുനബി വിശേഷിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരുടെ അസൂയ. യൂസഫ് നബിയെ പിതാവിന് ഏറെ ഇഷ്ടമായിരുന്നതിനാൽ സഹോദരന്മാർക്ക് അസൂയ തോന്നി. അവർ അദ്ദേഹത്തെ ഒരു കിണറ്റിൽ എറിഞ്ഞു. ഈജിപ്തിലേക്ക് കിണറ്റിൽ നിന്ന് ഒരു വഴിയാത്രക്കാരുടെ സംഘം അദ്ദേഹത്തെ വീണ്ടെടുക്കുകയും ഈജിപ്തിലെ അസീസ്, രാജകീയ ഉദ്യോഗസ്ഥൻ എന്നയാൾക്ക് അടിമയായി വിൽക്കുകയും ചെയ്തു. പരീക്ഷണങ്ങളും ജയിൽവാസവും. അസീസിന്റെ ഭാര്യ സുലൈഖയിൽ നിന്നുണ്ടായ വ്യാജ ആരോപണം കാരണം വർഷങ്ങളോളം അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടിവന്നു. അധികാരത്തിലേക്ക് ഈജിപ്തിലെ രാജാവിന്റെ സ്വപ്നം കൃത്യമായി വ്യാഖ്യാനിച്ചതിനെ തുടർന്ന് ജയിൽ മോചിതനാവുകയും ഈജിപ്തിലെ വലിയൊരു വരൾച്ചയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് ധനകാര്യ ഭക്ഷ്യവകുപ്പിന്റെ പൂർണ്ണ ചുമതല ലഭിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് കുടുംബവുമായി ഒന്നിക്കുകയും ചെയ്തു. 2. ശരീരപ്രകൃതി. യൂസഫ് നബി തന്റെ സമാനതകളില്ലാത്ത സൗന്ദര്യത്താൽ പ്രസിദ്ധനാണ്. സൗന്ദര്യത്തിന്റെ പകുതി. പ്രവാചകൻ മുഹമ്മദ് നബി മിഅ്റാജ് രാവിൽ യൂസഫ് നബിയെ കണ്ടുമുട്ടിയപ്പോൾ ലോകത്തിലെ ആകെയുള്ള സൗന്ദര്യത്തിന്റെ പകുതിയും യൂസഫ് നബിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് അരുളുകയുണ്ടായി. രൂപം. വളരെ വെളുത്ത പ്രകാശമുള്ള മുഖവും വശ്യമായ കണ്ണുകളും മനോഹരമായ ശാരീരിക രൂപവുമുള്ള ആളായിരുന്നു അദ്ദേഹം. സുലൈഖയുടെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിന്റെ സൗന്ദര്യം കണ്ട സ്ത്രീകൾ വിരൽ മുറിഞ്ഞതുപോലും അറിഞ്ഞില്ല എന്ന് ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. 3. ജോലി ചുമതലകൾ. അളവറ്റ വിജ്ഞാനവും ധനകാര്യ നിയന്ത്രണവും. ഈജിപ്തിലെ സാമ്പത്തിക അടിയന്തരാവസ്ഥയും ഭക്ഷ്യക്ഷാമവും പരിഹരിക്കാൻ അദ്ദേഹത്തെയാണ് ചുമതലപ്പെടുത്തിയത്. ധനകാര്യമന്ത്രി ഭക്ഷ്യമന്ത്രി. ഈജിപ്തിന്റെ ഖജനാവിന്റെയും ട്രഷറി, കാർഷിക വിഭവങ്ങളുടെയും പൂർണ്ണ മേൽനോട്ടം അദ്ദേഹത്തിനായിരുന്നു. ഹഫീലുൻ അലീം, കാര്യങ്ങൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്ന വിവരമുള്ളവൻ. ഇതിനു പുറമെ അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങളിലേക്കെത്തിക്കുന്ന പ്രവാചകത്വവും അദ്ദേഹം നിർവഹിച്ചു. 4. മഖ്ബറ, മഖാം എവിടെയാണ്? യൂസഫ് നബി ഈജിപ്തിലാണ് വഫാത്തായത്. ആദ്യ ഖബറടക്കം. തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഈജിപ്തിലെ നൈൽ നദിക്കരയിലാണ് സംസ്കരിച്ചിരുന്നത്. പിന്നീടുള്ള മാറ്റം. മൂസാ നബി യുടെ കാലത്ത് യൂസഫ് നബിയുടെ വസിയ്യത്ത് അനുസരിച്ച് അദ്ദേഹത്തിന്റെ മയ്യത്ത് അവിടെ നിന്ന് മാറ്റി ഫലസ്തീനിലേക്ക് കൊണ്ടുപോയി. നിലവിലെ സ്ഥാനം. നിലവിൽ ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്ക് നാബ്ലസ് എന്ന പ്രദേശത്താണ് യൂസഫ് നബി യുടെ മഖ്ബറ, ജോസഫ്സ് ടൂം സ്ഥിതി ചെയ്യുന്നത്.